നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ എടുക്കുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി 3ാമത്തെ ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഇന്ന് എടുക്കുന്ന ടോപ്പിക് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഇത് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്, അവസാനത്തെ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ എഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നേച്ചർ ആയിരുന്നു, രണ്ടാമത്തത് നമ്മുടെ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അതായത് ഇത്രേ കാര്യങ്ങൾ, നേച്ചർ ഓഫ് റിയാക്ടൻസും കോൺസെൻട്രേഷനെയും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നമ്മൾ കോൺസെൻട്രേഷൻ, സർഫസ് ഏരിയയും, നാലാമത് ടെമ്പറേച്ചറും കാറ്റലിസ്റ്റും എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം സർഫസ് ഏരിയ ഓഫ് സോളിഡ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അതെങ്ങനെയാ സർഫസ് ഏരിയ എങ്ങനെയാണ് സോളിഡ് ആയിട്ടുള്ള സോളിഡ് സബ്സ്റ്റൻസുകളുടെ സർഫസ് ഏരിയ ഒരു കെമിക്കൽ റിയാക്ഷൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. 2 ബീക്കർ എടുക്കാം, തുല്യ അളവില് തുല്യ കോൺസെൻട്രേഷനുള്ള ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കും. ഒന്നുകൂടി പറയാണ്, 2 ബീക്കർ എടുക്കാം, അതിലേക്ക് തുല്യ അളവില് തുല്യ കോൺസെൻട്രേഷനുള്ള ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്നു. എന്നിട്ട് അതിലേക്ക് മാർബിൾ അതിലേക്ക് ഒന്നിൽ, അതായത് ഇത് ടെസ്റ്റ് ബീക്കർ 1, ഇത് ബീക്കർ 2 ആണ്. ഇത് ആദ്യത്തെ ബീക്കറിലേക്ക് ഒരു മാർബിളിന്റെ കഷ്ണം ഇടുക, പീസ് ഓഫ് മാർബിൾ. രണ്ടാമത്തെ ബീക്കറിലേക്ക് മാർബിളിന്റെ പീസിന്റെ അതേ മാസുള്ള മാർബിൾ, പൊടിച്ച മാർബിൾ ഇടുക. ഓക്കെ, ആദ്യത്തെ ബീക്കറിലേക്ക് മാർബിളിന്റെ കഷ്ണവും രണ്ടാമത്തെ കേസിലേക്ക് ബീക്കറിലേക്ക് എന്താണ് മാർബിൾ പൊടിച്ചത് ഇടുക. ഒരേ മാസുള്ള തന്നെ അതിൽ വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് എന്താണ് റിയാക്ഷൻസ് ഉണ്ടാകാൻ നോക്കാം. ഏതിനായിരിക്കും കൂടുതലായിട്ട് റിയാക്ഷൻസ് നടക്കാൻ നോക്കാം. ഈ മാർബിൾ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. നമ്മുടെ മുട്ടയുടെ തോല് ഇതൊക്കെ എന്താണ് കാൽസ്യം കാർബണേറ്റിന്റെ കേസിൽ എക്സാമ്പിൾ പെടുന്നതാണ്. സോ കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ക്രിയേറ്റ് ചെയ്ത് കാൽസ്യം ക്ലോറൈഡ് ആൻഡ് H2 വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ ഏറ്റവും വേഗത്തിൽ നടക്കുന്ന റിയാക്ഷൻസ് ഏതിലായിരിക്കും ഉണ്ടാകുക? ഈ പറഞ്ഞിരിക്കുന്ന മാർബിൾ പൊടിച്ചിരിക്കുന്ന അതിലാണ് വേഗത്തിൽ എന്ത് ചെയ്യാം, എളുപ്പത്തിൽ റിയാക്ഷൻസ് നടക്കും. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് നമുക്കൊരു സംശയം ഉണ്ടാവും, ഇത് ഏതാണ് വേഗത്തിൽ നടക്കാം. ഇതിനായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന കോമൺ സാൾട്ട് അഥവാ കറിയുപ്പ് എടുക്കാം. 2 ഗ്ലാസ്സിലേക്ക് ഒരേ അളവില് വെള്ളം എടുത്തു വെച്ചിട്ട് ഒരേ അളവുള്ള ഒരു സാൾട്ടിന്റെ കഷ്ണവും മറ്റേത് ഉപ്പിന്റെ പൊടിയും വെക്കാം. ഉപ്പിന്റെ കഷ്ണവും ഉപ്പിന്റെ പൊടിയും എടുക്കാം. കല്ലുപ്പും പൊടിയുപ്പും ഒരേ അളവിലായിരിക്കണം. എന്നിട്ട് 2 ഗ്ലാസ്സിലേക്ക്, ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് നമ്മുടെ കല്ലുപ്പിന്റെ കഷ്ണം, പൊടിയല്ലാത്തത് ഇടുക. രണ്ടാമത്തേതിലേക്ക് പൊടിച്ചതിടുക. ഏതായിരിക്കും വേഗത്തില് അത് ഡിസോൾവ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത്? അതിലായിട്ട് സൊല്യൂഷൻ ആയിട്ട് മാറുക, സാൾട്ട് സൊല്യൂഷൻ ഏറ്റവും വേഗത്തിലാകുക. യെസ്, ആ പൊടിയുപ്പിന്റേതാണ് വേഗത്തിൽ എന്ത് ചെയ്യുക, അതിൽ സോളിബിൾ ആകുക അല്ലെ? അതേപോലെ തന്നെയാണ് നമുക്കിവിടെ കേസിലും എന്തുണ്ടാകുന്നത്, മാർബിളിന്റെ കഷ്ണം എന്താണ്, അവിടെയും ഇതേ എക്സാമ്പിൾസ് തന്നെയാണ്. മാർബിളിന്റെ കഷ്ണത്തിനേക്കാൾ മാർബിളിന്റെ പൊടിയാണ് എളുപ്പത്തിൽ കെമിക്കൽ റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്നത്. അതിൽ സർഫസ് ഏരിയ നിങ്ങൾ റെഡ്യൂസ് ചെയ്യുന്നതിന് ഫലമായിട്ട് എന്തുകൊണ്ടാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസും ഇൻക്രീസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ പൊടിയാക്കിയിരിക്കുന്ന മാർബിളില് മോളിക്യൂൾസിന് നമ്മൾ നേരത്തെ പറഞ്ഞ കൊളീഷൻ തിയറിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൊളീഷൻ തിയറി എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് അതിലുണ്ടാകുന്ന എനർജി ഇതായിട്ട് മാറുന്ന പറയല്ലേ അല്ലെ?
അപ്പൊ അതിന്റെ ഫലമായിട്ട് റേറ്റ് കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്കവിടെ എന്തുണ്ടാകുന്നത്, ഈ കെമിക്കൽ റിയാക്ഷൻസിൽ പൗഡേർഡ് മാർബിളിൽ ഏറ്റവും കൂടുതൽ കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുന്നു. ഓക്കെ, നിങ്ങള് ഒരു ക്ലാസ് റൂമിൽ നിന്ന് നിങ്ങൾക്ക് മിക്കവാറും നടക്കുന്നതാണ്. ക്ലാസ് റൂമിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അവസാനം ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിക്കുന്ന സമയത്ത് പോകാൻ നേരത്ത്, വീട്ടിലേക്ക് പോകുന്ന നേരത്ത് നിങ്ങൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പോകാം. ഒന്നെങ്ങനെ പോകാം, ബെല്ലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓടിപ്പോവും അല്ലെ, വേഗത്തിൽ വീട്ടിലെത്തണം എന്നുള്ള ഒരു ടെൻഡൻസിക്ക് വേണ്ടി ഓടിപ്പോവും. രണ്ടാമത്തെ കേസിൽ ക്യൂ ആയിട്ട് വരിയായിട്ട് പോകാം. ഇതിൽ ഏറ്റവും കൂടുതൽ കൊളൈഡ് ചെയ്തിട്ട് അതായത് കൂട്ടിമുട്ടിയിട്ട് പരിക്ക് പറ്റിയ ഏത് സിറ്റുവേഷനിലാണ്? ഏത് നമ്മുടെ ആദ്യം പറഞ്ഞ് ബെല്ലടിച്ച അടുത്തുനിന്ന് ഓടിപ്പോയാൽ ഇത് തമ്മിൽ എന്ത് ചെയ്യും, കൂട്ടി മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ, എല്ലാവരും ഒരേ സമയത്താണ് വന്ന് തരുന്നത് അല്ലെ, അവിടെ കൂട്ടി മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. കൊളീഷൻ കൂടുതലല്ലേ. എന്നാൽ വരിയായിട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതില് എന്തുണ്ടാവും, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാവരും ഒരു ഇതായിട്ട് പോവില്ലേ, അതുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരേ സമയത്ത് പൊടിയായിട്ട് ഒരേ സമയത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് എല്ലാ മോളിക്യൂൾസും ഒരേ സമയത്ത് കൂട്ടിമുട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കൊളീഷന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ആ ഫാക്ടർ. ഞാൻ സ്റ്റേറ്റ്മെന്റിലൂടെ പറയാണ്, ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് സോളിഡ് the surface area is a factor. Surface area factor ആണ് ഈ എക്സ്പെരിമെന്റിലൂടെ പറഞ്ഞത്, which influences the rate of reactions. ഇതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്, ആ സ്റ്റേറ്റ്മെന്റിലൂടെ പറയാം. When solids are made into small pieces or powder, their surface area increases. അതുകൊണ്ട് surface area increase ചെയ്യുന്നു. As a result, number of molecules undergoing effective collisions also increases. അതുകൊണ്ട് തന്നെ എന്താണ്, എഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഹാൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്രീസസ്. ഈ ചിത്രത്തിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇത്ര ചെറിയ സർഫസ് ഏരിയ ആണ്. ഇപ്പൊ ഒളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സർഫസ് ഏരിയ കൂടുന്നു. അപ്പൊ അവിടെ തമ്മിൽ മോളിക്യൂൾസ് ആയിട്ട് കൂട്ടിമുട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കൊളീഷൻസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു. സർഫസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തെന്താണ്, ആ വസ്തുക്കളെ സോളിഡ് സബ്സ്റ്റൻസുകളെ പൊടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ടെമ്പറേച്ചർ എങ്ങനെയാണ് നമ്മുടെ ഒരു കെമിക്കൽ റിയാക്ഷൻസിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്. സോഡിയം തയോസൈനൈഡ്, ഇതാണ് സോഡിയം തയോസൈനൈഡ് എടുക്കുകയാണ്. ഇതാണ് സോഡിയം തയോസൈനൈഡിന്റെ കെമിക്കൽ എന്താ പറയുന്ന മോളിക്യൂൾ സെക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ ഇതാണ് Na2SO2O3. Na2S2O3 ആണ് എന്ത്, സോഡിയം തയോസൈനൈഡ് പറയുന്നത്. ഇത് നമുക്കൊരു ടെസ്റ്റ് ട്യൂബോ അല്ലെങ്കിൽ ബീക്കർ എടുക്കാം, ബീക്കറോ എന്തെങ്കിലും എടുക്കാം. രണ്ടും ഒരേ അളവുള്ളതായിരിക്കണം, ബീക്കർ എടുക്കാം. ആദ്യത്തെ കേസിൽ തുല്യ അളവുള്ള സോഡിയം എന്താണ് തയോസൈനൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും എടുക്കാം. ഓക്കെ, ഒരു ബീക്കർ എടുക്കാം. ബീക്കറിൽ നമുക്ക് എന്താ സോഡിയം തയോസൈനൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും എടുക്കാം. രണ്ടാമത്തേലും അതേ അളവിൽ തന്നെ സോഡിയം തയോസൈനൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും വെക്കാം. ഓക്കെ, തുല്യ അളവിലാണ് രണ്ടും വെച്ചിരിക്കുന്നത്. അതായത് സോഡിയം തയോസൈനൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തുല്യ അളവിലാണ് ആദ്യത്തെ ബീക്കറിലിട്ടിരിക്കുന്നത്, രണ്ടാമത്തെ ബീക്കറിലിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ഹീറ്റ് ചെയ്യാം. ആദ്യത്തെ ബീക്കർ അതേപോലെ തന്നെ വെക്കുകയും രണ്ടാമത്തെ ബീക്കർ എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, ഒരു മഞ്ഞ കളറുള്ള ഒരു വസ്തു അവിടെ കാണും. ഇതാണ് ഒരു മഞ്ഞ കളറിലെ വസ്തു കാണും, സൾഫർ കണ്ടന്റ് ആണ്. ഓക്കെ, സൾഫറാണ്. മഞ്ഞ കളറിലെ പ്രസിപ്പിറ്റേറ്റ് അവിടെ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഒരു പ്രൊഡക്റ്റിൽ കാണും. ഈ മഞ്ഞ
പ്രസിപ്പിറ്റേറ്റിന്റെ അളവ് ഏതിലായിരിക്കും കൂടുതലുണ്ടാകുക? ഒരേ സമയത്താണ് നമ്മൾ ഈ രണ്ട് ടെസ്റ്റ് ട്യൂബ് വെച്ചിരിക്കുന്നത്. ഒന്ന് ടെസ്റ്റ് ട്യൂബ് ചൂടാക്കാതെ ഒന്ന് ടെസ്റ്റ് ട്യൂബ് എന്ത് ചെയ്യാണ് ചൂടാക്കി വെക്കണം. ഏതിലായിരിക്കും കൂടുതൽ എന്തുണ്ടാകുക? മഞ്ഞ കളർ പെട്ടെന്ന് വ്യാപിക്കാം. യെസ്, ആ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് ചൂടാക്കിയിരിക്കുന്ന ആ ബീക്കറിലെ ഈ സബ്സ്റ്റൻസുകളാണ് വേഗത്തിൽ എന്ത് ചെയ്യുന്നത്? ഈ കെമിക്കൽ റിയാക്ഷൻസിന് ആ യെല്ലോ കളറായിട്ട് മാറുന്നത്. അതായത് അവിടെ റിയാക്ഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇതിലാണ്, ആ ടെമ്പറേച്ചർ കൊടുത്തിരിക്കുന്നത് ചൂടാക്കിയിരിക്കുന്ന ആ ബീക്കറിലാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്തൊരു ഫാക്ടർ നമുക്ക് എന്ത് സ്വാധീനിച്ചു? ടെമ്പറേച്ചർ ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ സ്വാധീനിച്ചു. എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് അറിയാമോ? നമ്മുടെ ആദ്യത്തെ ബീക്കറിൽ വെറുതെ നിൽക്കുമ്പോൾ 1000 മോളിക്യൂൾസ് അവിടെ ഉണ്ട്. നമുക്ക് ഓരോ സബ്സ്റ്റൻസ് മോളിക്യൂൾസിന്റെ തമ്മിൽ കൊളീഷൻസ് നടക്കണം. രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബീക്കറിൽ ഹീറ്റ് കൊടുക്കുമ്പോൾ, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിലെ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മൂവ്മെന്റ് വളരെ വേഗത്തിൽ ആവുന്നു. വേഗത്തിലാകുന്ന സമയത്ത് എന്ത് ചെയ്യും? കൊളീഷൻസ് എന്ത് ചെയ്യും? കൂടും അല്ലെ? ആണല്ലോ അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ആ എക്സാമ്പിൾ തന്നെ നമ്മൾ ആ ഒരുമിച്ച് ഓടി വരുമ്പോൾ കൂടുതലായിട്ട് വേഗത്തിൽ ഓടി വരുമ്പോൾ നമ്മൾ കൂട്ടിമുട്ടുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ പതുക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ കൂട്ടിമുട്ടുള്ള ചാൻസ് കുറവാണ് അല്ലെ? എങ്ങനെയാണ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ നിങ്ങളെ എന്ത് ചെയ്യാണ്? എന്ത് ചെയ്യും? നിങ്ങളൊക്കെ ഒരു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ലല്ലോ. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ചൂടോ, നിങ്ങൾക്ക് അവിടെ എന്താണ്, നിങ്ങൾ ഒരു ചൂടുള്ള റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? പെട്ടെന്ന് എണീച്ച് വേഗം അതിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. എന്തൊരു ചൂട് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകില്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് തമ്മിൽ എന്ത് ചെയ്യും? ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ടെൻഡൻസി കൂടും. അവിടെ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി കൂടുന്നതിന് ഫലമായിട്ട് കൊളീഷൻസിന്റെ ചാൻസ് കൂടുതലാണ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? അവിടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു. കൈനറ്റിക് എനർജി കൂടുന്നതിന്റെ ഫലമായിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ്, കൊളീഷൻസ് കൂടുന്നു. കൊളീഷൻ കൂടുന്നതിന്റെ ഫലമായിട്ട് അവിടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി, മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടുന്നു. കൈനറ്റിക് എനർജി കൂടുമ്പോൾ അവിടെ കൊളീഷൻസ് കൂടുന്നു. കൊളീഷൻസ് കൂടുന്നതിന്റെ ഫലമായിട്ട് അവിടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു കാര്യം പഠിക്കാനുണ്ട്. ത്രെഷോൾഡ് എനർജി. എന്താണ് ത്രെഷോൾഡ് എനർജി? എന്താണ്? മിനിമം കൈനറ്റിക് എനർജി, ഒരു മിനിമം എനർജി വേണം റിക്വയർഡ് ടു കൊളൈഡ്. അതായത് എന്താ പറയുന്നത്? ദ മോളിക്യൂൾസ് ഷുഡ് അറ്റൈൻ എ സെർട്ടൈൻ മിനിമം കൈനറ്റിക് എനർജി. ഒരു കെമിക്കൽ റിയാക്ഷൻസിന് ഒരു എന്താണ് ഒരു സബ്സ്റ്റൻസ് മോളിക്യൂൾസ് അറ്റൈൻസ് എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ ചെയ്യും. ഒരു മോളിക്യൂൾസിന് ഒരു മിനിമം കൈനറ്റിക് എനർജി ആവശ്യമാണ്. ഒരു മിനിമം കൈനറ്റിക് എനർജി ആവശ്യമാണ്. ദിസ് എനർജി ആർ കോൾഡ് ത്രെഷോൾഡ് എനർജി. എന്താണ്? ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻസ്, ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ മോളിക്യൂൾസ് അറ്റൈൻ ചെയ്യാൻ എന്താണ് മിനിമം കൊളീഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ ഒരു മിനിമം കൈനറ്റിക് എനർജി ആവശ്യമാണ്. ഈ മിനിമം കൈനറ്റിക് എനർജിയെ എന്നാണ് പറയുന്നത്, ഈ എനർജിയെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ കെമിക്കൽ റിയാക്ഷൻസിൽ നടക്കണമെങ്കിലേ, ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ മോളിക്യൂൾസിന് എന്താണ് ഒരു മിനിമം കൈനറ്റിക് എനർജി വേണമെന്ന് പറഞ്ഞു. ഓക്കെ, മിനിമം കൈനറ്റിക് എനർജിയെയാണ് പറയുന്നത് ത്രെഷോൾഡ് എനർജി. അപ്പൊ നമ്മൾ നേരത്തെ ക്യൂ ആയിട്ട് വരുമ്പോൾ ഒരു തമ്മിൽ കൂട്ടിമുട്ടണമെങ്കിൽ ഒരു മിനിമം സ്പീഡിലെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കൂട്ടിമുട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടിമുട്ടുള്ളൂ ഇല്ല. ഒരു മിനിമം കൈനറ്റിക് എനർജിയെങ്കിലും ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ത്രെഷോൾഡ് എനർജി, ഒരു മിനിമം കൈനറ്റിക് എനർജി. ഇനി നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് കിടക്കാണ്. ടെമ്പറേച്ചർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻസ് ആൾസോ ഇൻക്രീസ്. ഈ എക്സ്പെരിമെന്റിൽ തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇതേപോലെ തന്നെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റും ഡിക്രീസ് ചെയ്യാൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നേരത്തെ രണ്ട് ഒരേ സബ്സ്റ്റൻസ് കൊടുത്തില്ലേ? ഇതിപ്പോ ഈ എക്സാമ്പിൾ അല്ല, വേറെ എക്സാമ്പിൾ ഒരേപോലെ എടുത്തിട്ട് വെച്ചിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കുക, അതായത് ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ചെയ്തു.
നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിന് കുറച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് എന്ത് ചെയ്യും, അത് കുറയുന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് വേറെ കാര്യം, കൊളീഷൻസ് നടക്കില്ല, അത് വേറെ പിന്നെ പഠിക്കാം. അടുത്തത് കാറ്റലിസ്റ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻസ്. കാറ്റലിസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻസ്. എന്നാ കാറ്റലിസ്റ്റ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനോ അല്ലെങ്കിൽ വേഗത കുറയ്ക്കാനോ നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനുകൾ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ്. ഓക്കെ, ഒരു രാസപ്രവർത്തനത്തില് അതിന്റെ വേഗത കൂട്ടാനോ വേഗത കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ്. അതിന് സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് അതിന് എക്സാമ്പിൾസ് നോക്കാം. നമ്മള് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതായത് H2O2 എന്ന് പറയുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അത് നമ്മൾ പ്രകൃതിയിലെ വെറുതെ തുറന്നു വെച്ചാൽ എന്തായിട്ട് മാറും? വാട്ടറും ഓക്സിജനുമായിട്ട് മാറും. ഓക്കെ, വാട്ടറും ഓക്സിജനുമായിട്ട് മാറും. ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് വെച്ചു. ടെസ്റ്റ് ട്യൂബിൽ എന്താണ് സോഡിയം പെറോക്സൈഡ് എടുക്കുക. എന്താണ് സോഡിയം പെറോക്സൈഡ്. ടെസ്റ്റ് ട്യൂബിൽ സോഡിയം പെറോക്സൈഡ് എടുക്കുകയാണ്. അങ്ങനെ വെറുതെ വെച്ചാൽ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് എന്താകും? നമ്മളെ വാട്ടറും എന്താണ് ഈ ഓക്സിജനും ലിബറേറ്റ് ചെയ്യും. ആ ടെസ്റ്റ് ട്യൂബിന്റെ വായുവട്ടത്തേക്ക് നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുക. ചന്ദനത്തിരി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കത്തിപ്പോവല്ലോ, ഈ പുകയായിട്ട് ഇങ്ങനെ പുകഞ്ഞു പോവല്ലോ അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ ഇതിൽ നിന്ന് ഓക്സിജൻ ലിബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഓക്സിജൻ ഇതിൽ നിന്ന് വാട്ടറും ഓക്സിജനായിട്ട് പോകും. ഓക്സിജൻ എന്ത് സ്വാധീനിക്കുന്ന ഫാക്ടറാണ്? ഈ നമ്മളെ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ അല്ലേ. പക്ഷെ അത് ഇതിൽ നിന്ന് ചന്ദനത്തിരിയിലെത്തുന്ന ഈ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്ന് വാട്ടറും ഓക്സിജനായിട്ട് മാറുമ്പോൾ അതിൽ നിന്ന് ഓക്സിജൻ ഈ ചന്ദനത്തിരിയിലെത്തുമ്പോൾ അത് കത്താൻ സ്വാധീനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ഓക്സിജൻ നമ്മളെ ഈ കേസിൽ വെറുതെ തുറന്നു വെച്ചാൽ ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞ രീതിയിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന ആ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ മാംഗനീസ് ഡയോക്സൈഡ് എന്ന സബ്സ്റ്റൻസ് ഇതിലേക്ക് ഒഴിക്കുന്നു. അതായത് MnO2 അതിലേക്ക് എന്ത് ചെയ്യാണ്? മാംഗനീസ് ഡയോക്സൈഡ് ഒഴിക്കുന്നു. സോഡിയം പെറോക്സൈഡിലേക്ക് മാംഗനീസ് ഡയോക്സൈഡ് ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വാട്ടറും ഓക്സിജനും സ്പ്ലിറ്റ് ആയിട്ട് മാറുന്നത്. ഈ മാംഗനീസ് ഡയോക്സൈഡ് എന്താണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് സെപ്പറേറ്റ് ചെയ്ത് വാട്ടറും ഓക്സിജനായിട്ട് മാറുന്നു. ഇതിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതായത് പെട്ടെന്ന് എന്ത് ചെയ്യും? ഓക്സിജൻ ഇതിൽ നിന്ന് പുറത്തേക്ക് വരും. പെട്ടെന്ന് ഓക്സിജൻ പുറത്തേക്ക് വരുമ്പോൾ സംഭവിക്കും അതിന്റെ വായുവട്ടത്തിൽ നിൽക്കുന്ന ആ ചന്ദനത്തിരി ആളിക്കത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആ ചന്ദനത്തിരി ആളിക്കത്തുന്നതായിട്ട് കാണാം. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയാണ്. എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറും ഓക്സിജനായിട്ട് മാറുന്നല്ലോ. ഈ വാട്ടറും ഓക്സിജനായിട്ട് മാറുമ്പോൾ അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻസിനെ വളരെ കുറഞ്ഞ രീതിയിലാണ് അല്ലെ. അതിലേക്ക് മാംഗനീസ് ഡയോക്സൈഡ് ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ആഡ് ചെയ്തപ്പോൾ സംഭവിച്ചു ഇതിൽ നിന്ന് വരുന്ന ഓക്സിജന്റെ അളവ്, അതായത് വാട്ടറും ഓക്സിജനുമായിട്ടും സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ അളവ് വളരെ കൂടുകയും ഇതിൽ നിന്ന് ഓക്സിജൻ എളുപ്പത്തിൽ ലിബറേറ്റ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ചന്ദനത്തിരി എളുപ്പത്തിൽ ആളിക്കത്താനുള്ള ചാൻസ്, ആളിക്കത്താനുണ്ടാകുന്ന കാരണം. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ റിയാക്ഷന് സ്പീഡ് കൂട്ടാൻ അഥവാ റേറ്റ് കൂട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത സബ്സ്റ്റൻസ് ആണത് മാംഗനീസ് ഡയോക്സൈഡ്. ഇപ്പൊ അതിനുശേഷം ഈ റിയാക്ഷൻസ് ശേഷം കിട്ടുന്ന പ്രൊഡക്റ്റ്, അതായത് വാട്ടറും ഓക്സിജനും ഒക്കെ കിട്ടൂലേ, അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാട്ടറും ഓക്സിജനുമായിട്ട് കിട്ടൂലേ, അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിൽറ്റർ പേപ്പറിലൂടെ അരിച്ചെടുക്കാം. എന്തുകൊണ്ടാണ് ഫിൽറ്റർ പേപ്പറിൽ അരിച്ചെടുക്കുക എന്ന് പറയുന്നത്? ഈ മാംഗനീസ് ഡയോക്സൈഡും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസ് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് അവിടെ സബ്സ്റ്റൻസ് ആയിട്ട് കിട്ടാം. അപ്പൊ നമുക്കറിയാം ഒരു വാട്ടറിനെ ഇങ്ങനെ സോളിഡ് ഇങ്ങനത്തെ സബ്സ്റ്റൻസ് ആയിട്ട് അരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ എന്തുകൊണ്ട് ഒരു ഫിൽറ്റർ പേപ്പർ കൊണ്ടേ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും അല്ലെ. ചളിയൊക്കെ അരിച്ചെടുക്കല്ലേ, അതേപോലെ മാംഗനീസ് ഡയോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും? അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടുന്ന മാംഗനീസ് ഡയോക്സൈഡ് നിങ്ങൾ ഒഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന മാംഗനീസ് ഡയോക്സൈഡ് എന്താണ്? ഒരേപോലെ ആയിരിക്കും അളവിനേക്കും കിട്ടാൻ. ആദ്യം അതിലേക്ക് ഒഴിക്കുന്ന സമയത്തുള്ള മാംഗനീസ് ഡയോക്സൈഡും ഒഴിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന അതിൽ പ്രൊഡക്റ്റിന് കിട്ടുന്ന അരിച്ചെടുത്ത സമയത്ത് കിട്ടുന്ന മാംഗനീസ് ഡയോക്സൈഡും എന്താണ്? തുല്യമായിരിക്കും.
അല്ലെ. അപ്പൊ അങ്ങനെ കിട്ടുന്ന റിയാക്ഷൻസിനെ റിയാക്ഷൻ അപ്പൊ അതായത് മാംഗനീസ് ഡയോക്സൈഡിന് ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് ഈ മാംഗനീസ് ഡയോക്സൈഡ് എന്ത് സംഭവിക്കുകയാണ്, എന്ത് ചെയ്യാണ്, ഈ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഒന്ന് സ്പീഡ് അഥവാ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെ. അങ്ങനെ ഒരു റിയാക്ഷൻസിന്റെ കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസുകളെ അല്ലെങ്കിൽ ആ കാറ്റലിസ്റ്റുകളെ പറയുന്ന പേരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. അതിന്റെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നു. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ, അതിലേക്ക് ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളുടെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് സ്വാധീനിക്കുന്നതെങ്കിൽ അത് എന്താണ്, പോസിറ്റീവ് കാറ്റലിസ്റ്റുകളാണ്. ഓക്കെ, പോസിറ്റീവ് കാറ്റലിസ്റ്റുകളാണ്. ഇനി നമ്മളെ അടുത്തൊരു സബ്സ്റ്റൻസുകൾ പറയാണ്, വേറെ ടെസ്റ്റ് ട്യൂബ് എടുക്കാം, അതിലേക്ക് ഈ എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഈ വാട്ടറും ഓക്സിജനായിട്ട് മാറുമല്ലോ അല്ലെ. ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനായിട്ട് മാറും. വെറുതെ തുറന്നു വെച്ചാൽ തന്നെ വാട്ടറും ഓക്സിജനായിട്ട് മാറും. നമ്മൾ വിചാരിക്കുകയാണ് ഈ വാട്ടറും ഓക്സിജനുമായിട്ട് മാറണ്ട, അവിടെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് തന്നെ മാറി അതേപോലെ തന്നെ കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പൊ അതിനെന്ത് ചെയ്യണം, ആ റിയാക്ഷൻസിന്റെ റേറ്റ് എന്ത് ചെയ്യണം, കുറച്ചാലേ നമുക്ക് അവിടെ പറ്റുള്ളൂ അല്ലെ. അതിനുവേണ്ടി നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് എന്ന സബ്സ്റ്റൻസ് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുന്നു. എന്താണ്, ടെസ്റ്റ് ട്യൂബില് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇടുക, അതിലേക്ക് എന്ത് ചെയ്യാണ്, ഫോസ്ഫോറിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സബ്സ്റ്റൻസ് എന്തായിട്ട് മാറും, ഹൈഡ്രോ പെറോക്സൈഡ് ആയിട്ട് തന്നെ അവിടെ അധിക കാലം തന്നെ നിൽക്കും. അതിന്റെ റേറ്റ് എന്ത് ചെയ്യും, കുറയും. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായിട്ട് മാറുന്ന വാട്ടറും ഓക്സിജനുമായി മാറുന്ന അതിന്റെ റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ഒരു കെമിക്കൽ റിയാക്ഷൻസിലേക്ക് അതിന്റെ റേറ്റ് ഡിക്രീസ് ചെയ്യാനായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളെ നെഗറ്റീവ് കാറ്റലിസ്റ്റുകൾ എന്ന് പറയും. നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് മാംഗനീസ് ഡയോക്സൈഡും നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോസ്ഫോറിക് ആസിഡുമാണ്. രണ്ടും രണ്ട് എക്സ്പെരിമെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു, എന്താണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു. The biological process occurring in living cells are chemical reactions. These chemical reactions sustain life. These reactions are catalyzed by complex protein molecules known as enzymes. The enzymes analyze present in saliva convert starch into maltose. അപ്പോൾ നോക്കാം, സ്റ്റാർച്ചും വാട്ടറും ഉണ്ടാകുന്നത്. ഓക്കെ, അതില് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് അമിലൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റൻസ് ആയിട്ടുള്ള എൻസൈംസ്, നമ്മുടെ പ്രോട്ടീൻസ് നമ്മുടെ സലൈവിൽ പ്രസന്റ് ചെയ്യുന്നത്, അതെന്ത് ചെയ്യാണ്, എൻസൈംസ് അമിലൈസ് എന്ത് ചെയ്യാണ്, സലൈവയിൽ ഉമിനീരിൽ കാണപ്പെടുന്ന അമിലൈസ് എന്ത് ചെയ്യുന്നു, ഈ സ്റ്റാർച്ച് വാട്ടറും മിക്സ് ചെയ്തിട്ട് മാൾട്ടോസ് ആയിരുന്നതിനെ അതിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. ഇവിടെ സ്റ്റാർച്ചും വാട്ടറും കൂടിയിട്ട് മാൾട്ടോസ് ആയിട്ട് മാറും. ആ മാൾട്ടോസ് ആകാൻ അതിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മുടെ അമിലേസ് ആണ്. ഇത് നമ്മുടെ സ്റ്റൊമക്കിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതാണ് ബയോ കാറ്റലിസ്റ്റ് നമ്മൾ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. നമുക്കത് പെട്ടെന്ന് ഇതാകുന്ന എന്താണ് അമിലൈസ് കണ്ടന്റ് കൂട്ടുന്നു. ഓക്കെ, അമിലൈസ് ആണ് ഇതിന്റെ റേറ്റ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ എന്താണ്, അത് ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്, ബയോ കാറ്റലിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഞാനൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് വിത്തൗട്ട് ഇൻവോൾവ്സ് അണ്ടർഗോയിങ് എനി പെർമനന്റ് ചേഞ്ച്. അതിൽ ഒരു പെർമനന്റ് ചേഞ്ചസും വരുത്താതെ, അതായത് ഇപ്പം നമ്മുടെ നേരത്തെ കേസിൽ മാംഗനീസ് ഡയോക്സൈഡ് അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. അതേപോലെ എന്താണ് ആ റിയാക്ഷൻസിന് കഴിഞ്ഞിട്ട് ഫോസ്ഫോറിക് ആസിഡ് അതേപോലെ തന്നെ തിരിച്ചു കിട്ടും. അപ്പൊ ഇതിനൊന്നും ഒരു മാറ്റം വരുത്താതെ, അതിൽ വേറെ മിക്സിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണിത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റ്. ഓക്കെ, കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അതിന്റെ റേറ്റ് കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഉപയോഗിക്കാം. വിത്തൗട്ട് ദംസെൽസ്, അതിനൊന്നും മാറ്റം വരുത്തില്ല. ആ കാറ്റലിസ്റ്റിന് എന്ത് സംഭവിക്കും, ഒന്നും സംഭവിക്കില്ല. കാറ്റലിസ്റ്റ് ആദ്യമുള്ള അതേപോലെ തന്നെ ആയിരിക്കും എന്തുണ്ടാകുക, ആ
അവസാനത്തെ ആ പ്രൊഡക്റ്റിലും കിട്ടുക. റിയാക്ടറിൽ അങ്ങനെയാണോ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പ്രൊഡക്റ്റിലും കിട്ടും. അണ്ടർഗോയിങ് എനി പെർമനന്റ് ചേഞ്ചസ്, അതിലൊരു ചേഞ്ചസും വരുത്താത്ത രീതിയിൽ അങ്ങനെ ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പം കാറ്റലിസ്റ്റ് എന്താണ്, ഒരു റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കാനും ഡിക്രീസ് ചെയ്യിക്കാനും സാധിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന 5 ഫാക്ടേഴ്സ് എത്രയാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് സാധിക്കുന്നത്. ഒന്ന് നേച്ചറാണ്, രണ്ടാമത് കോൺസെൻട്രേഷൻ, മൂന്നാമത് സർഫസ് ഏരിയ, നാലാമത് ടെമ്പറേച്ചർ, ഇപ്പൊ ലാസ്റ്റ് പഠിച്ചിരിക്കുന്നത് കാറ്റലിസ്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിന് സാധിക്കുന്ന ഫാക്ടേഴ്സ് നിങ്ങൾ പഠിച്ചല്ലോ, അത് നന്നായിട്ട് പഠിക്കാം. ഇത്രയും കാര്യങ്ങളുള്ളൂ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.